Hi students, welcome back to QA Focus. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൂളംസ് ലോ അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് കൂളംസ് ലോ നമ്മൾ എക്സാമിന് ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതുന്നത്? ഓൾറെഡി നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഇപ്പം അറിയാം. ക്ലാസ് തുടങ്ങി കുറച്ചായി നമ്മൾ കൂളംസ് ലോ ഒക്കെ ഇപ്പം പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ജസ്റ്റ് കൂളംസ് ലോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ two point charges separated by a distance r in free space is directly proportional to product of the charge q1 q2 inversely proportional to square of the distance between them. അതായത് രണ്ട് പോയിന്റ് ചാർജിനെ നമ്മൾ r ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആകാം, റിപ്പൽഷൻ ആകാം. നമുക്കറിയാം സെയിം ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. ഇനി അതിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ചാർജസിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ഈ ചാർജസിനിടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിസ്റ്റൻസിനല്ല, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ആര് പറയുന്നത്? കൂളംസ് ലോ പറയുന്നത്. ഇനി നമുക്കറിയാം ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കോൺസ്റ്റൻറ്റ് കെ ആണ്. ആ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ആണ്. ഈ ε0 നമ്മൾ വിളിക്കുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. ε0യുടെ വാല്യൂ നമുക്കറിയാം 8.85 × 10⁻⁻12 ആണ്. ഓക്കെ, ഇനി ഈ 1/4πε0യുടെ വാല്യൂ എത്രയാണ്? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇതിനകത്ത് 4 കോൺസ്റ്റൻ്റ് ആണ്, ഒരു നമ്പറാണ്. പൈയുടെ വാല്യൂ നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണ്, 3.14 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ε0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. ഓക്കെ, ഇത് ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ എക്സാമിന് കൂളംസ് ലോ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ എഴുതാൻ ചോദിക്കും, ചിലപ്പം അതിൻ്റെ അകത്തുനിന്ന് പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വരുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വായിച്ചോ. ഡിഫൈൻ 1 കൂളം ചാർജ് ഫ്രം കൂളംസ് ലോ. കൂളംസ് ലോയിൽ നിന്ന് 1 കൂളം ചാർജ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഇതിനകത്ത് 1 കൂളം ചാർജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമുക്കറിയാം q1 q2 ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r ആണ് അല്ലേ. എഫ് എന്ന് പറയുന്നത് k × q1 q2 ബൈ r² ആണ്. ഓക്കെ, ഇനി ഇവിടെ കെയുടെ വാല്യൂ 9 × 10⁻⁹ ആണെന്നറിയാം. q1 q2ൻ്റെ വാല്യൂ 1 കൂളംബ് ആണെങ്കിൽ, ഇവ തമ്മിലുള്ള സെപ്പറേഷൻ 1 മീറ്റർ ആണെങ്കിൽ നമുക്കിവിടെ 9 × 10⁻⁹ 1 × 1/1² എന്ന് എഴുതാം. ശരിയാണോ? അങ്ങനെയെങ്കിൽ എഫ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? 9 × 10⁻⁹ 1 × 1/1² അല്ലേ. 1/1 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 9 × 10⁻⁹ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ചാർജസ് 1 കൂളംബ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁻⁹ ന്യൂട്ടൺ ആയിരിക്കും. ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് k × q1 q2 ബൈ r² ആണ്. നമുക്കറിയാം കെയുടെ വാല്യൂ 9 × 10⁻⁹ ആണ്. q1 q2ൻ്റെ വാല്യൂ ഞാൻ 1 കൂളമായിട്ട് എടുത്തിരിക്കുന്നു. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ 9 × 10⁻⁹ ഇൻറ്റു q1 qൻ്റെ പ്ലേസിൽ എന്ത് വരും? 1 × 1/1². കാര്യം എന്താ? ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ എഫ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 9 × 10⁻⁹ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ചാർജ് 1 കൂളം ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാ? 9 ×
10⁻⁹ ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഡിഫൈൻ 1 കൂളം ചാർജ് ഫ്രം കൂളംസ് ലോ. കൂളംസ് ലോ എന്ന് 1 കൂളം ചാർജിനെ ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് 1 കൂളം ചാർജ് 1 മീറ്റർ സെപ്പറേഷനിൽ വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 9 × 10⁻⁹ ന്യൂട്ടൺ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ 2 ചാർജസ് 1 മീറ്റർ സെപ്പറേഷനിൽ വെക്കുമ്പം അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 9 × 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ചാർജസിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 കൂളം ആയിരിക്കും. മനസ്സിലായോ? അതായത് 2 ചാർജസ്, അതും ഒരേപോലത്തെ 2 ചാർജസ് 1 മീറ്റർ സെപ്പറേഷൻ വെച്ചിരിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 9 × 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ ചാർജസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 കൂളം ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന്. ഇഫ് സിമിലർ ചാർജസ്, ഒരേപോലത്തെ ചാർജസ് സെപ്പറേറ്റഡ് ബൈ 1 മീറ്റർ ഡിസ്റ്റൻസ് ഇൻ ഫ്രീ സ്പേസ് എക്സ്പീരിയൻസ് 9 × 10⁻⁹ ന്യൂട്ടൺ ഫോഴ്സ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ചാർജ് ഇസ് 1 കൂളം. ഒരേപോലത്തെ ചാർജ് 1 മീറ്റർ സെപ്പറേഷൻ വെക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 9 × 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 കൂളം ആയിരിക്കും. ഓക്കെ, നമുക്ക് എക്സാമിന് 1 കൂളം ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഇത്രയും മാത്രം നമുക്ക് എഴുതിയാൽ മതി. ഇനി ഫുൾ A+ വേണം, ഒട്ടും തന്നെ നമുക്ക് മാർക്ക് പോകരുതും. അല്ലെങ്കിൽ CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ, CBSE സ്റ്റുഡൻസ് ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഡെപ്തിലേക്ക് അത് എഴുതേണ്ടി വരും. അപ്പം അങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, നമുക്ക് ഫോഴ്സ് നമുക്ക് 9 × 10⁻⁹ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യണം. ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 1 മീറ്റർ ആയിരിക്കണം അല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. F = K × Q1 Q2/r² ആണ്. ഓക്കെ, ഇനി എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻⁹ ന്യൂട്ടൺ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ നമുക്കറിയാം, 9 × 10⁻⁹ ആണ്. അങ്ങനെയെങ്കിൽ ഈ Q1/Q2/r² വാല്യൂ എന്തായിട്ട് വരണം? 1 വരണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഫോഴ്സ് എന്തായിട്ട് വരുള്ളൂ? 9 × 10⁻⁹ ന്യൂട്ടൺ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ Q1 Q2/r² എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഓൾറെഡി നമ്മൾ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് r² എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Q1 Q2 എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇത് 1 വരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തെടുക്കണം? സിമിലർ ചാർജസ് സെപ്പറേറ്റഡ് ബൈ 1 മീറ്റർ ഡിസ്റ്റൻസ് എടുക്കണം. സിമിലർ ചാർജസ് സെപ്പറേറ്റഡ് ബൈ 1 മീറ്റർ ഡിസ്റ്റൻസ് എടുക്കണം. അപ്പം 9 × 10⁻⁹ ന്യൂട്ടൺ 2 ചാർജസിൻ്റെ ഇടയ്ക്ക് 1 മീറ്റർ സെപ്പറേഷനിൽ വരുന്ന സിമിലർ ചാർജസിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 കൂളം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് അതിൻ്റെ തന്നെ സാധാരണ ചോദിച്ചു കാണുന്ന അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഡു കൂളംസ് ലോ എഗ്രി വിത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ? ജസ്റ്റിഫൈ ഓർ ഷോ ദാറ്റ് കൂളംസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും പല പ്രാവശ്യമായിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. CBSEക്കും സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, NCERT ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 12 ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ട് അവിടെ റെഫർ ചെയ്യുന്നുണ്ട്. ന്യൂട്ടൺസ് ലോ, കൂളംസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പേജ് നമ്പർ 12 ലാസ്റ്റ് പാരഗ്രാഫിന് തൊട്ട് മുമ്പ് കിടക്കുന്ന സെൻറ്റൻസ് ഇതിന് ബേസ് ചെയ്തുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് പേജ് നമ്പർ 12 എടുത്തിട്ട് അവിടെ ഇതുണ്ടോ എന്ന് നോക്കണം. അതായത് നമ്മുടെ കൂളംസ് ലോ എന്നുള്ള ഹെഡിങ് ആ ഒരു ടോപ്പിക് എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ തൊട്ട് മുമ്പുള്ള സെൻറ്റൻസ്. ഓക്കെ, ഇനി നമുക്കിനി അതെങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോമാണ്.
കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. നോക്കിയാൽ നമ്മളിവിടെ കൂളംസ് ലോ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. പക്ഷേ എക്സാമിന് ചിലപ്പം ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. 1 കൂളം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിരിക്കും. അതുപോലെ കൂളംസ് ലോ വെക്റ്റർ ഫോമിൽ എഴുതാനായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകും. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നോക്കിയൊക്കെ എങ്ങനെയാണ്. നമുക്കറിയാം വെക്റ്റർ ഫോമിൽ കൂളംസ് ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൂളം ഫോഴ്സ് എന്ന് പറയുന്നത് K ഇൻറ്റു Q1 Q2 ബൈ R² അല്ലേ. ഇനി എന്തും കൂടി വരും, ഇവിടെ ഒരു യൂണിറ്റ് വെക്ടറും കൂടി വരും. യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് വരിക? Q1 Q2 രണ്ട് ചാർജസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് R ആണ്. ഓക്കെ, ഇനി നമ്മൾ വെക്റ്റർ നൊട്ടേഷനിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, വെക്റ്റർ ഫോമിലാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഈ R എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടുന്ന് അങ്ങോട്ടാണോ അവിടുന്ന് ഇങ്ങോട്ടാണോ എന്നുള്ള ഡയറക്ഷനും കൂടി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡയറക്ഷൻ കാണിക്കാനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു R∗. യൂണിറ്റ് വെക്റ്റർ. നമുക്കറിയാം യൂണിറ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ദ ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഗിവൺ വെക്റ്റർ. തന്നിരിക്കുന്ന വെക്റ്ററിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും ആരും വരുന്നത്? യൂണിറ്റ് വെക്ടറും വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ എനിക്കൊരു R∗ ഇട്ട് കൊടുക്കാമല്ലോ. ഓക്കെ, ഇതാണ് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലേ. ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കിയേക്കാം. ഞാനിവിടെ 2 ചാർജസ് എടുത്തു. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് R ആണ്. ഈ സെക്കൻഡ് ചാർജ് കാരണം ഫസ്റ്റ് ചാർജിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പം എന്തെഴുതാം? ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ്. ആര് കാരണം? സെക്കൻഡ് ചാർജ് കാരണം. ഓക്കെ, ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. F12 ഫസ്റ്റ് വണ്ണാണല്ലോ ആക്ട് ചെയ്യുന്നത്. ആര് കാരണമാണ്? സെക്കൻഡ് വൺ കാരണം. ദാറ്റ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R². ഇനി ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ചാർജ് കാരണമാണ് ഫസ്റ്റ് വണ്ണിൽ ആക്ട് ചെയ്യുന്നത്, ശരിയാണോ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ചാർജ് കാരണം ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസിന് എനിക്ക് R21 എന്ന് എടുക്കാമല്ലോ. R ആണ് ഡിസ്റ്റൻസ്. ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ട് 2ൽ നിന്നും 1ലേക്ക്, ദാറ്റ് മീൻസ് R21 യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് ഞാൻ ക്യാപ്പ് കൊടുത്തു. അങ്ങനെയെങ്കിൽ എനിക്കിവിടെ എന്തെഴുതാം? R21 ക്യാപ്പ്. കിട്ടിയോ? ഓക്കെ ആണോ? ഇനി ഇതേപോലെ തന്നെ എനിക്ക് അടുത്തത് എഴുതാമല്ലോ. ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് F21 എന്ന് എഴുതാമല്ലോ. അതെന്ത് വരും? 1/4πε0 Q1 Q2 ബൈ R². കഴിഞ്ഞില്ല. Q1 Q2 എടുത്തു. ഡിസ്റ്റൻസ് R ആണ്. സെക്കൻഡ് ചാർജിൽ ഫസ്റ്റ് ചാർജ് കാരണം ആക്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ചാർജിൽ നിന്ന് സെക്കൻഡ് ചാർജിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ഡയറക്ഷൻ 1ൽ നിന്നും 2ലേക്കാണ്. ഓക്കെ, ഡയറക്ഷൻ 1ൽ നിന്നും 2ലേക്കാണ്. അങ്ങനെയെങ്കിൽ എനിക്കിവിടെ R12 ക്യാപ്പ് എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, ഇനി ഈ 2 ഫിഗർ നോക്കിക്കേ. R21 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, R12 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. പക്ഷെ 2 ഡിസ്റ്റൻസും ഒരേ ഡിസ്റ്റൻസ് തന്നെയല്ല, അതിന് വല്ല മാറ്റമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സെയിം തന്നെയാണ്. എന്താ ഡിഫറൻസ്? ഡയറക്ഷൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടേക്കാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എന്തെഴുതാം? R12 എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? -R21 ഈക്വലാണ്. ഓക്കെ, R12 എന്ന് പറയുന്നത് -R21 ഈക്വലാണ്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനകത്ത് ഞാൻ 1/4πε0 അതുപോലെ തന്നെ എഴുതി. Q1 Q2 ബൈ R² എഴുതി. ഈ R12 പകരം എനിക്ക് -R21 കൊടുക്കാമല്ലോ. -R21 എഴുതാമല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഈ മൈനസ് സൈനെ ഞാൻ അങ്ങ് പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാനിവിടെ മൈനസ് സൈൻ ഞാൻ പുറത്തേക്ക് എഴുതി. ബാക്കി ഈ സംഭവം എന്ന് പറയുന്നത് 1/4πε0യും
ഈ R21 എന്ന് പറയുന്നതും F12 ആണോ? Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു R21 എന്ന് പറയുന്നത് F12 ആണ്. അങ്ങനെയെങ്കിൽ എനിക്കിവിടെ എന്തെഴുതാം? F12 എന്ന് എഴുതാമല്ലോ. F21 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? F12 എന്ന് കിട്ടി. ശരിയാണോ? F21 ഈക്വൽ ടു മൈനസ് ഓഫ് F12. ഓക്കെ, ഇത് തന്നെയല്ലേ ന്യൂട്ടൺസ് ലോ പറയുന്നത്? എന്താ ന്യൂട്ടൺസ് തേർഡ് ലോ? ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. രണ്ട് ഫോഴ്സസും സെയിം ആണ്. കാര്യം എന്താ? രണ്ടും ഒരേ ചാർജും ഒരേ ഡിസ്റ്റൻസും തന്നെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടും സെയിം ആണ്. പിന്നെ എന്ത് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ? ഡയറക്ഷൻ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അതായത് Q1 ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് Q2-ലും Q2 ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് Q1-ലുമാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? സാധാരണ ഇത് എഴുതുമ്പോഴത്തേക്ക് എപ്പോഴും വരുന്ന കൺഫ്യൂഷനാണ് ഈ 1-2 എടുക്കുന്നതും 2-1 എടുക്കുന്നതും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഒരു ട്രിക്ക് പറയാം. ഇവിടെ 1-2 ആണ് വരുന്നതെങ്കിൽ ഇവിടെ 2-1 എഴുതണം. ഇവിടെ 2-1 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 1-2 എഴുതണം. അത് മാത്രം നോട്ട് ചെയ്താൽ മതി, പിന്നെ തെറ്റത്തില്ല. 1-2 എടുക്കുമ്പോൾ ഇവിടെ 2-1 വരും, ഇവിടെ 2-1 എടുക്കുമ്പോൾ ഇവിടെ 1-2 വരും. ഓക്കെ, അപ്പം കണ്ടോ വെക്ടർ ഫോം എങ്ങനെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതെന്ന്? ഇതുപോലെയായിരിക്കും നമുക്ക് വെക്ടർ ഫോം ചോദിക്കുന്നത്. അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ചോദിക്കും. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും, എന്താ റീസൺ എന്നുള്ളതും കൂടി ചോദിക്കും. അങ്ങനെ റീസൺ നമ്മുടെ NCERT ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. NCERT എക്സസൈസിനകത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കിക്കോ എന്താ ചോദിച്ചിരിക്കുന്നതെന്ന്. നമ്മളിപ്പോഴേ ഇങ്ങനെ പഠിച്ചു പോയാൽ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. തിയറി പഠിക്കണം, തിയറി അറിഞ്ഞിരിക്കണം. പക്ഷെ തിയറി അറിയുന്നതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ഏത് പാറ്റേണിൽ വരും എന്നുള്ളതും കൂടി നമ്മൾ ഇപ്പോഴേ അറിഞ്ഞു പോവുകയാണെങ്കിൽ അവസാനം നമുക്ക് കുറേ വർക്കൗട്ട് ചെയ്ത് പോകാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്നുള്ളത് പഠിക്കുന്നത്. ഫുള്ളും അറിയാം, പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതാൻ പറ്റുന്നില്ല. സ്ഥിരം വരുന്നൊരു കംപ്ലയിൻ്റ് അല്ലേ? സ്ഥിരം നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു, അറിയാമല്ലോ നന്നായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം തുടങ്ങി തന്നെ ഈ പാറ്റേണിൽ അങ്ങ് ശീലിച്ചു പോവുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റേഷ്യോ ഓഫ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഇൻ എയർ ടു എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K is. എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. എന്തിൻ്റെ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്? എഫ് ഓഫ് എയർ ബൈ എഫ് ഓഫ് മീഡിയം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? എഫ് ഓഫ് എയർ ബൈ എഫ് ഓഫ് മീഡിയം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എഫ് ഓഫ് എയർ എന്ന് പറയുന്നത് നമുക്കറിയാം 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ. ഓക്കെ, എഫ് ഓഫ് മീഡിയം എന്ന് പറയുന്നത് 1/4πε0 അല്ല വേണ്ടത്, മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ്, എപ്സിലോൺ ആണ്. Q1 Q2 ബൈ R സ്ക്വയർ. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യൻ നമുക്ക് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം അല്ല തന്നിരിക്കുന്നത്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം ഇവിടെയാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ള കോൺസെപ്റ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓൾറെഡി ഇപ്പം ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, നമ്മളത് നന്നായിട്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നുണ്ടോ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത് എന്നുള്ളത്? പെട്ടെന്ന് കുറേവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും, കുറേവർക്കൊന്നും പെട്ടെന്ന് കത്തുന്നില്ലായിരിക്കും എന്താ ചെയ്യേണ്ടേ എന്നുള്ളത്, ഇല്ലയോ? നമുക്കറിയാം കാര്യങ്ങളൊക്കെ, പക്ഷേ എവിടെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ചിലപ്പം പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വന്നൊന്നും വരില്ല. ഓക്കെ, നമുക്ക് നോക്കിയേക്കാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞേ? പറഞ്ഞോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ്
ഫ്രീ സ്പേസ്. ശരിയാണോ? ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അങ്ങനെയെങ്കിൽ ഇവിടെ എനിക്ക് K ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു ആരാണ്? K ഇൻറ്റു എപ്സിലോൺ 0 ആണ്. ഓക്കെ, ഇനി എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോരാം. നമ്മളിടയ്ക്കൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയായിരുന്നു അല്ലേ? നമ്മളൊന്ന് ഇപ്പം എന്തും കൂടി നമ്മൾ പഠിച്ചു? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണെന്നും കൂടി നമ്മളൊന്ന് പഠിച്ചു അല്ലേ? നമുക്കറിയായിരുന്നു, ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തെടുത്തു. ഓക്കെ, തിരിച്ചു പോരാം. എഫ് മീഡിയം എന്ന് പറയുന്നത് നമുക്കിനി എങ്ങനെ എഴുതാൻ പറ്റും? എഫ് മീഡിയം ഈക്വൽ ടു 1/4π. ഓക്കെ, മാറ്റി എഴുതാം. എഫ് മീഡിയം ഈക്വൽ ടു 1/4π എപ്സിലോൺ 0യ്ക്ക് വരെ നമുക്കിപ്പോൾ എന്ത് കൊടുക്കാം? എപ്സിലോൺ 0 ഇൻറ്റു K കൊടുക്കാം. ശരിയല്ലേ? നോക്കി ഇവിടെ K ഇൻറ്റു എപ്സിലോൺ 0 അല്ലേ? ആ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഇനി ആരുണ്ട് ഇവിടെ? Q1 Q2 ബൈ R² ഉണ്ട്. ഓൾറെഡി നമ്മൾ എഫ് എയർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം 1/4π എപ്സിലോൺ 0 Q1 Q2 ബൈ R² ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് എയർ ബൈ എഫ് മീഡിയം ഈക്വൽ ടു എഫ് എയർ ആരാ? 4π എപ്സിലോൺ 0 Q1 Q2 ബൈ R². മീഡിയമോ 1/4π K എപ്സിലോൺ 0. K തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ എഴുതുന്നത്. ഇത് ഫുൾ ക്യാൻസലാവും, ഇതും ഫുൾ ക്യാൻസലാവും, ഇത് ക്യാൻസലാവും, ഇത് ക്യാൻസലാവും, ഇത് ക്യാൻസലാവും, ഇത് ക്യാൻസലാവും. ഓക്കെ, എപ്സിലോൺ 0 ഒക്കെ പോയി. ബാക്കി ഇനി ഇവിടെ ആരുണ്ട്? ഒരു 1/K ഇവിടെ ബാക്കിയുണ്ട്. ഓക്കെ ആണോ? 1/K. മുകളിൽ ആരുണ്ട്? ആരുമില്ല. ആരുമില്ലെങ്കിൽ അവിടെ എന്തെഴുതണം? 1 എഴുതണം. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ എഫ് എയർ ബൈ എഫ് മീഡിയം എനിക്ക് എന്ത് കിട്ടി? 1/1/K. ഓക്കെ ആണോ? 1/1/K ആരാ? K/1. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എത്രയാ? എഫ് എ ബൈ എഫ് എം ഈക്വൽ ടു K/1. അല്ലെങ്കിൽ എനിക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? K/1. ശരിയല്ലേ? മനസ്സിലായോ? അപ്പോൾ നമ്മൾ കൂളംസ് ലോ പഠിക്കും. പക്ഷേ കൂളംസ് ലോയിൽ നിന്ന് നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 1 കൂളം ഫോഴ്സ് ഡിഫൈൻ ചെയ്യാനായിരിക്കും. വെക്റ്റർ ഫോം പഠിക്കും. പക്ഷെ ചിലപ്പം ചോദിക്കുന്നത് ന്യൂട്ടൺസ് ലോയുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതുപോലെ അടുത്തത് എന്തായിരുന്നു? അതെ, നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് പഠിക്കും. പക്ഷെ ചിലപ്പം ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയുള്ള റേഷ്യോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളിപ്പം വെറുതെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതിന് പകരം നമുക്ക് എന്ത് തരാം? വാല്യൂസ് തരാം. വാല്യൂസ് തരുവാണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. നമുക്കറിയാം സ്റ്റേറ്റിൻ്റെ എക്സാമിന് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും അത് 4 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കില്ല നമുക്ക് ചോദിക്കുന്നത് അല്ലേ? 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കില്ല ഒരിക്കലും വരുന്നത്. അത് എപ്പോഴും ചിലപ്പോൾ 2 മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനുമായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്നത്. അതുപോലെ തന്നെ CBSE ആണെങ്കിലും MCQ ക്വസ്റ്റ്യൻസ് ഇപ്പം മസ്റ്റാണ്. ഒരു സെഷൻ ഫുള്ളും MCQs ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം തുടങ്ങിയ ചെയ്ത് പ്രാക്ടീസ് ആയിക്കോണം. നമുക്കറിയാം +2-ന് നമുക്ക് സ്റ്റേറ്റിനാണെങ്കിലും 1 മാർക്ക് പോലും പോകാതെ ഫുൾ A+ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ കയ്യിൽ കിട്ടണം. എന്ന് വെച്ചാൽ 4 മാർക്ക് ക്വസ്റ്റിനകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്, അല്ലാതെ 4 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ മാർക്ക് പോകാതെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കണം. CBSE സംബന്ധിച്ചിടത്തോളം മസ്റ്റാണ് അല്ലേ? നമുക്കറിയാം ഒരു സെഷൻ ഫുൾ, ആ ഒരു സെഷൻ നമ്മൾ തുടങ്ങുന്നത് ഫുൾ മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്നാണ്. ഇപ്പോഴേ ചെയ്ത് പ്രാക്ടീസ് ആയിക്കണം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ.
വൺ മോർ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. F is the force acting between two charges separated by a distance d. If magnitude of one of the charge will be doubled, the force become. അതായത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആസ് യൂഷ്വൽ Q1 Q2 ചാർജ് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് d ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F ആണ്. ഇത്രയും കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് K ഇൻറ്റു Q1 Q2 ബൈ d² ആണ്. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡബിൾ ചെയ്തു. ദാറ്റ് മീൻസ് Q1 ഇസ് ചേഞ്ച് ടു 2Q1 അല്ലെങ്കിൽ Q2 വേണമെങ്കിലും എടുക്കാം. രണ്ടും എടുക്കാം. ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഒന്നുകിൽ Q1ൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തെന്ന് എടുക്കാം, അല്ലെങ്കിൽ Q2ൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തെന്ന് എടുക്കാം. രണ്ട് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ രണ്ടായി കഴിഞ്ഞ്, അതായത് ഡബിൾ ആയി കഴിഞ്ഞപ്പം ഒരു പുതിയ ഫോഴ്സ് ആണല്ലോ, അതിനെ നമുക്ക് F ഡാഷ് എന്ന് എഴുതാമല്ലോ. പുതിയ ഫോഴ്സ് ആണ്, ഫൈൻഡ് ഔട്ട് ചെയ്യണം. F ഡാഷ് കൊടുത്തു. K ഇൻറ്റു, ഇപ്പോൾ ഇവിടെ Q അല്ല 2Q1 ആണ്, ഇൻറ്റു Q2 ബൈ ഡിസ്റ്റൻസ് ആരുണ്ട്? d² ഉണ്ട്. ഓക്കെ, ഈ 2നെ ഞാൻ ആദ്യം അങ്ങ് എഴുതുക. ബാക്കി K ഇൻറ്റു Q1 Q2 ബൈ d² എന്ന് കിട്ടിയോ? ഇത് ആക്ച്വലി ആര് തന്നെയാണ്? നമ്മുടെ പഴയ F തന്നെയാണ്. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് കിട്ടി? 2F എന്ന് കിട്ടി. ആരാ 2F ആയിട്ട് മാറിയത്? ആദ്യം ഉണ്ടായിരുന്ന F ഇപ്പം ആരായിട്ട് മാറി? 2F ആയിട്ട് മാറി. പുതിയ ഫോഴ്സ് F ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ്? 2F ആണ്. ഓക്കെ, കണ്ടോ? ഓപ്ഷൻ 2F. അങ്ങനെയെങ്കിൽ ഒരു ചെറിയൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരട്ടെ. നമ്മുടെ ഒരു ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ F ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d എന്ന്. ഇവിടെ നമ്മളിപ്പം മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആകുന്നില്ല, അതിന് പകരം ഇതിൻ്റെ സെപ്പറേഷൻ ഹാഫ് ആവുന്നു. The separation between the charges will be reduced to half. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുക? d/2i. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഹോംവർക്കായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ആൻസർ കിട്ടുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതിയേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.